വെൽക്കം ബാക്ക് ടു ദ മോമി ബുക്ക്. ഇന്ന് നമ്മൾ മാജിക് മസാല റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറഞ്ഞ് വർക്കിംഗ് മോംസിനും കുട്ടികളുള്ള ആൾക്കാർക്കും പെട്ടെന്ന് കിച്ചണിൽ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്കും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.25 kg സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ തൊലി കളഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് പ്രോസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്തവർ വളരെ നേരിയതായിട്ട് അരിഞ്ഞ് അതിനെ ഒരു 2-2.25 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഫുൾ പാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഹാഫ് പാനായി. അത്യാവശ്യം വലിയ ഒരു പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് കുറച്ചിങ്ങനെ വൈഡായിട്ടുള്ള പാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇത് നന്നായി കാരമലൈസ്ഡായി അതിൻ്റെ എണ്ണയൊക്കെ തെളിയുമ്പോൾ നമുക്കിതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് മാറ്റി വെക്കാം. കാരണം പല കറികൾക്കും നമുക്ക് ചിലപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനത്തെ സാധനങ്ങളും മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊന്നും ആവശ്യമില്ലാണ്ട് ഉള്ള കറികളുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ഹാഫ് പോർഷൻ നിന്നുള്ള ഉള്ളി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതങ്ങനെ. പിന്നെ ഉള്ളത് ഇഞ്ചി, വെളുത്തുള്ളി 3 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് ഞാൻ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ ആഡ് ചെയ്യും. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ 2.5 to 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ പെരുംജീരകപ്പൊടി 3 ടേബിൾ സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അത് കുറച്ച് ടൈം എടുക്കും. അത് വഴറ്റിയതിന് ശേഷം തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അതും വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളെ മാജിക് മസാല റെഡിയാണ്. അപ്പോൾ ഇത് ഒരു സ്കൂപ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ കറി ആണെങ്കിൽ ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ 1 kg ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി റെഡി. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ പിന്നെ ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് പച്ചമുളകോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി റെഡിയായി. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചതാണ് ഞാനിത്. 1 kg ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മാജിക് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, നെയ്യ്, പിന്നെ തൈര്, പിന്നെ മല്ലിയില, പുതിന, ലെമൺ ജ്യൂസ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ബിരിയാണി റെഡിയാക്കാവുന്ന നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പുറത്ത് ഗീ റൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്മിട്ടാൽ വളരെ പെട്ടെന്ന് ബിരിയാണി റെഡിയാണ്. അപ്പം മട്ടൻ, ചിക്കൻ, പിന്നെ ബീഫ് ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ഗ്രീൻ പീസ്, കടല, ചന, പിന്നെ ചെറുപയർ ഇതും പൊട്ടറ്റോ ഇതൊക്കെ അതിലേറെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വഴറ്റണ്ട, മുറിക്കേണ്ട അങ്ങനത്തെ പണികളൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കിച്ചണിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാം. അതിനോടൊപ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ബാച്ച് മാജിക് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ സവാളയും ഉണ്ട്, വഴറ്റി വെച്ചതുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കീപ് സപ്പോർട്ടിങ് വിത്ത് എ ഷെയർ. പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫോർ നൗ ആൻഡ് ഹാവ് എ നൈസ് ഡേ.